ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഉറക്കം എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഇതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവിടെ പാടത്ത് കിടന്നിങ്ങനെ കിടന്ന് വിളയാടുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടം പൂട്ടാൻ ആൾക്കാർ വന്നിട്ടുണ്ട്, അതായത് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ കണ്ടം പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അടുത്ത് ഇങ്ങോട്ടാണ് വരുന്നത്. നമ്മൾ അവിടുത്തെ കണ്ടമൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലെ കണ്ടം ഫുൾ അങ്ങനെ പുല്ലും ഇതൊക്കെ ആയി കിടക്കുകയാണ്. അപ്പോൾ ഇത് പൂട്ടിയിട്ടില്ല, അപ്പോൾ ഇത് പൂട്ടേണ്ടി വരും. അപ്പോൾ അത് പൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സംഭവമൊക്കെ ഒന്ന് കറക്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അവിടുത്തെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വലിച്ച് മേലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിവിടെ നമ്മുടെ ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ ആളിഞ്ഞ് ചീർന്നിച്ച് ഇതിൽ പോകും. അപ്പോൾ നമുക്കതിനൊരു വൈറ്റമിനൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളമുള്ള സ്ഥിതിക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ട്രാക്ടർ വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ട് ഉഴുതും മറിച്ചിട്ട് വേണം നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം, അതായത് നമുക്ക് ഓണം സമയത്തിൽ ഓണം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇത് കൊയ്ത്തും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഓണ സമയത്ത് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളിപ്പോൾ തന്നെ തുടങ്ങിയില്ല. അപ്പോഴേക്കാവുള്ളൂ അപ്പുറത്തെ കണ്ടവും കാര്യങ്ങളൊക്കെ കൊയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഈ കണ്ടത്തിൽ കൊണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ അത് അളിയണം, കുറച്ചൊക്കെ കിടന്ന് അളിയണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടി വന്നു, കുറച്ച് പരമാവധിയൊക്കെ കിടക്കുന്നുണ്ട്, ബാക്കിയുള്ളതൊക്കെ നമ്മളങ്ങനെ എടുത്ത് മേലേക്കിടുക ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്ത് മേലേക്കിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സമയം ഒരു 6 മണിയല്ല, ഒരു 6:45 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ട്, കാലത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വലിച്ച് മേലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് വന്നിട്ട് എടുക്കാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കാണുന്ന നിറച്ചും പുല്ലാണ്, നിറയെ പുല്ലാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പൂട്ടി ഉഴുതുമറിച്ച് കറക്റ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അവിടുത്തെ കണ്ടം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് ചാടുന്നത്. അപ്പോൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്കിത് ഫുള്ളായിട്ടും മൊത്തം വലിച്ച് അതായത് എടുക്കണം. അപ്പോൾ നമുക്കത് കണ്ടില്ല. അപ്പോൾ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ മറ്റേ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫുള്ളായി ആക്കുക. അതിന് ശേഷം നമുക്ക് ഇത് ഉഴുതി മറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിപ്പോൾ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി വന്നിട്ട് നമുക്ക് 4x4 ഒരു മഹീന്ദ്രൻ്റെ ഒരു വണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ചെറിയ കണ്ടോണം പൂട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ടം പൂട്ടുന്ന മുമ്പായിട്ടും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് എടുത്ത് വൃത്തിയാക്കണമെന്ന്, അത് വൃത്തിയാക്കേണ്ടതെന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ എന്നിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. നമുക്ക് ഒന്നാമത് വണ്ടിയുടെ ആ സംഭവം താഴ്ത്തുന്ന ഒരു സംഭവമില്ല, അതായത് നിരപ്പാക്കുന്നൊരു സംഭവമില്ല. അപ്പോൾ അത് വിരുത്ത് കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യപ്പോൾ കാലത്ത് നേരത്തെ വന്ന സ്ഥിതിക്ക് അതിൻ്റെ താഴത്ത് ഇങ്ങനെ നിരപ്പാക്കുന്നൊരു സാധനമുണ്ട്, അതവർ കൊണ്ടുവന്നിട്ടില്ല. അതായത് വണ്ടി ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അത് കൊണ്ടുവന്നിട്ട് വേണം ഇനി ഒന്നുകൂടി പൊട്ടിക്കണം. അപ്പോൾ നമുക്കിത് എന്തായാലും കുറേ ടൈം എടുക്കുന്നതായിരിക്കും, 4-5 മണിക്കൂർ എങ്ങനെ പോലും എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഉഴുതുമറിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത പ്രാവശ്യം ഞാറ് നടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ട് ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു കണ്ടതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉഴുതുമറിച്ച് കഴിയും. ബട്ട് അപ്പുറത്ത് കണ്ട നമുക്ക് ഇത്തിരി വലിയ കണ്ടമാണ്. അപ്പോൾ പിന്നെ അതിന് കുറച്ച് ഡിലേ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതപ്പോൾ ഫുൾ ഇങ്ങനെ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് താറാക്കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നോക്കണം. എന്താണെന്ന് വെച്ചാൽ അതുകളൊക്കെ നേരെ ഇപ്പോൾ അടുത്ത് ഇങ്ങനെ വെള്ളത്തേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ കറക്റ്റായിട്ട് ആ സൈഡൊക്കെ ഒന്ന് കെട്ടി മറിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ ഇറങ്ങി വെള്ളം കണ്ടാൽ പിന്നെ അതുകൾക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ് പ്രശ്നം. ഇവിടെ കുറച്ച് താറാക്കോഴിയും കോഴികൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പഴയ ചാനലൊക്കെ ഉള്ള സമയത്തുള്ള വീഡിയോയ്ക്ക് നമ്മൾ കുറേ താറാക്കോഴിയുടെ മുട്ടയും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കോഴിയും കാര്യങ്ങളൊന്നും ഇപ്പോഴും ഉണ്ട്, കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പൂട്ടിക്കഴിയാന്ന് വെച്ചാൽ നമുക്ക് നിരപ്പാക്കിയിട്ടില്ല, ബട്ട് പൂട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നിരപ്പാക്കാൻ മറ്റേ സംഭവം നിരപ്പാക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ഫുള്ളായി ഇനിയിപ്പോൾ അടുത്ത് ഈ കണ്ണോണ് പൂട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തം ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പൂട്ടി കറക്റ്റ് ഉഴുതുമറിച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മൂപ്പര് അത് ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ താറാക്കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പൂട്ടി കഴിഞ്ഞില്ല, അപ്പോഴേക്കും അതുകൾ വന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അതുകളുടെ കാലമാണ്. മൊത്തമായിട്ട് ഇങ്ങനെ ഇറങ്ങി എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ 2-3 വന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും ആയിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഉള്ളത് മാത്രം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടയൊക്കെ ഇവിടെ ഇടുന്ന, അതാണ് കല് വരുന്ന പരിപാടി. എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡത്തെ ഇതൊക്കെ എടുത്തിട്ട് പോകും. എന്താ പറയുക, ഈ ഞാറൊക്കെ നടുന്ന സമയത്ത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടെയൊക്കെ നടന്നതിന് ശേഷം നമ്മുടെ ഞാറൊക്കെ കൊത്തി കേട് വരുത്തി അതിനെ ഒന്നും ഇല്ലാതാക്കും. അപ്പോൾ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് മറക്കേണ്ടി വരും. വീട്ടിൻ്റെ അടുത്ത് തന്നെ കണ്ടായതുകൊണ്ട് നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ താറാക്കോഴികൾ നമ്മുടെ കോഴിയായതുകൊണ്ട് നമുക്ക് തല്ലാനും മുടുക്കാനും പറ്റില്ല, വെറുതെ ഓട്ടിച്ച് വിടാമെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതുകൾ വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വന്നിട്ട് നമുക്ക് കണ്ടം, പിന്നെ അപ്പുറത്ത് ഇപ്പോൾ പൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് കോഴികൾ നന്നായിട്ട് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കണം, കോഴികളിലേക്ക് ഒന്ന് പോയിപ്പിക്കണം. പിന്നെ നമുക്ക് ഇപ്പുറത്ത് പൂട്ടിക്കഴിഞ്ഞ വെച്ചാൽ പിന്നെ ഈ വഴിക്ക് കോഴികളെ കടത്താൻ പറ്റില്ല. കോഴികളെ കടത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഞാറ് നടുന്നതൊക്കെ വെറുതെ വേസ്റ്റ് ആയിരിക്കും. അതുകൾ വന്ന് വെറുതെ കടിച്ച്, അതായത് ഇങ്ങനെ എടുത്ത് വലിച്ച് ഇതാക്കി കളയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വന്നിട്ട് ഇത് ഫുൾ ഇപ്പോൾ മറ്റു സംഭവം ഇട്ട് കണ്ടില്ലേ, ഏതാ പറയുക, ആ ബാക്കിൽ ആ നിരപ്പാക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ട്രാക്ടറിക്ക് ഇപ്പോൾ വന്നിട്ട് ഇനി കുഴപ്പമില്ല, ഇനി നൈസായിട്ട് പൂട്ട് അങ്ങോട്ട് ഇറക്കുക. അപ്പോൾ അവിടുത്തെ കണ്ടവും കാര്യങ്ങളൊക്കെ പൂട്ടിക്കഴിഞ്ഞു. അപ്പോൾ
അതൊക്കെ വലിയ വലിയ ടീംസിൻ്റെയാണ്. നമുക്കൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ, നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതൊക്കെ വലിയ വലിയ ടീംസിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ 2 തെങ്ങൊക്കെ കരിഞ്ഞ വീണ്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വേനലിൽ പോയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ആ നടുക്കണ്ടത്തിലെ തെങ്ങുകളൊക്കെ 2-3 പോയിട്ടുണ്ടല്ലോ, അങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ സിംഗിളായിട്ട്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല, നമുക്കൊരു 2 തെങ്ങ് പോയിട്ടുണ്ടെന്നും. ബട്ട് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് അതിന് ഏകദേശം യൂറിയ കോംപ്ലക്സ് ഒക്കെ ഇട്ട് ഒരു ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 2 തെങ്ങ് കൂടി പോയി കിട്ടിയിട്ടുണ്ടാകും. നല്ലപോലെ തേങ്ങയിടുന്ന തെങ്ങുകളായിരുന്നു. അത് നമ്മൾ വേനൽക്കാലത്ത് നല്ല വെയിലായിരുന്നു. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നല്ല വെയിലടിക്കുന്ന കാരണം കൊണ്ട് മൊത്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെയും കാര്യത്തിൻ്റെ സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നിർത്തി വന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങ് കന്നേ പോയിട്ടുണ്ടാകും. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഇത് പൂട്ടിക്കഴിഞ്ഞ് വെച്ചാൽ ഫുള്ളായിട്ട് നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തെങ്ങിനെയും കാര്യങ്ങളെയൊക്കെ നോക്കണം. അതുമാതിരി തന്നെ ഇതിപ്പോൾ പൂട്ടിക്കഴിഞ്ഞ് വെച്ചാൽ 2 ദിവസം വെറുതെ ഇങ്ങനെ വിടണം. എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ പുല്ലും കാര്യങ്ങളൊക്കെ അളിഞ്ഞ് അതിന് ഒരു കമ്പോസ്റ്റ്, അതായത് ഒരു വളം പോലെ ആയി കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നത് കണ്ടില്ല, ഇപ്പോൾ ഇങ്ങനെ പാറി കിടക്കുന്ന ഈ പായലുമാരി കിടക്കും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് അളിഞ്ഞ് ഫുള്ളായിട്ട് വെള്ളത്തിൽ തന്നെ അങ്ങോട്ട് ഡിസോൾവ് ആയി പോകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഞാറ് നടുകയുള്ളൂ. അപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് പൂട്ടിയപ്പോൾ എടുത്തിട്ടുണ്ട്. പൂട്ടിയെടുക്കുകയെന്ന് വെച്ചാൽ മൊത്തം പൂട്ടിയിട്ട് നമുക്ക് പേടിലെ പുല്ലും കാര്യങ്ങളൊക്കെ കാണുന്നതാണല്ലോ. അപ്പോൾ അത് മാതിരിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ വണ്ടി ഇങ്ങനെ പൂട്ടുന്ന സമയത്ത് നല്ല തിരയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി നല്ല വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളമൊക്കെ ഉള്ള സമയത്താണ് ഇതിങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിങ്ങനെ തിരയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് പ്രോപ്പറായിട്ട്, അതായത് ഈ കാണുന്ന ഈ പുല്ലും കാര്യങ്ങളൊക്കെ അതായിരുന്നു. മൂപ്പര് ഡ്രസ്സൊക്കെ മാറിപ്പോൾ നല്ല ചെന്തക്കാരനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാദറാണ് അതാ പോകുന്നത്. അപ്പോൾ മൂപ്പര് വന്നിട്ട് ആളെ കൊണ്ട് തന്നെ നല്ലപോലെ ഉഴുതൊക്കെ മറിക്കണം എന്ന് പറഞ്ഞിരിക്കണം. മൂപ്പര് ഇവിടെ വന്ന സമയത്ത്, പണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആയിരുന്നു ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൂപ്പര് ഡ്രസ്സൊക്കെ മാറി ചെന്തക്കാരനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഏകദേശം കഴിയാറായി എന്ന് പറയാനില്ല, നമുക്കിതിന് 3/4 ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമുക്ക് നിരപ്പാക്കണം. അപ്പോൾ നിരപ്പാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല ഓളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നിരപ്പാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പിന്നെ അപ്പുറത്ത് കണ്ടതൊക്കെ നിരപ്പാക്കി എടുക്കണം. നിരപ്പാക്കി എടുത്തിട്ട് വേണം നമുക്കിത് ഫുള്ളായിട്ട് 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഞാറ് വലിച്ചിടുള്ളൂ. നമുക്ക് ആ വീട് നമ്മളിപ്പോൾ ഇവിടുത്തെ കണ്ടത്തിൽ ഇത് കണ്ടില്ല, താറക്കോഴിയും കാര്യങ്ങളൊക്കെ മെയിൻ. അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് ഈ കണ്ടത്തിൽ വെച്ച് ചെയ്യുന്നില്ല. ഈ കണ്ടത്തിൽ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും ഇത് 2 ദിവസത്തിനുള്ളിൽ ഇവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് വർക്കുള്ള കാരണം കൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ കോഴിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നടുപ്പാടം അവിടെ വേറെ കുറച്ച് സ്ഥലം കുറച്ചുണ്ട്. നമ്മൾ അവിടെ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ സൺഡേ ആ സമയത്തൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ല, മിനിമം സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും മിനിമം മിക്കവാറും ചെയ്യുക. ഇന്നിപ്പോൾ മൺഡേ ആണ്. അപ്പോൾ നമുക്കത് മൺഡേ ആണ്. ഇത് ഏകദേശം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇതിൽ എന്തായാലും ഞാറ് നടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. മൂപ്പര് എന്തായാലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതിനോണ്ട് അച്ഛൻ 2 ദിവസത്തിനുള്ളിൽ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പൂട്ടിക്കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പൂട്ടിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു 2-3 ദിവസം വെറുതെ ഇങ്ങനെ കണ്ടില്ല, ഈ കാണുന്ന വേസ്റ്റൊക്കെ ഒന്ന് അളിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് നല്ല വെള്ളവും പറ്റില്ല, എന്നാൽ വെള്ളം വേണം. അത് കണ്ടില്ല, ഇപ്പോൾ നിരപ്പാക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇത് ഫുൾ അങ്ങനെ താഴ്ത്തിട്ട് ഇങ്ങനെ കറക്റ്റ് ഒപ്പത്തിനൊപ്പം ആക്കണം. എന്നാലും മാത്രമേ നമുക്കിത് കൈകൊണ്ട്, നമ്മളിപ്പോൾ ഹിന്ദിക്കാരെയോ അല്ലെങ്കിൽ മെഷീനറിയോ വെച്ചിട്ടൊന്നുമില്ല ചെയ്യുന്നത്. നമ്മളെ വീട്ടിലെ അമ്മ പിന്നെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ ഞാറും കാര്യങ്ങളൊക്കെ നടാൻ പോകുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ ചിലവരല്ല, ഇപ്പോൾ ഞങ്ങളുടെ അവിടെ കൂടുതലും ഹിന്ദിക്കാരെ ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹിന്ദിക്കാരല്ലാതെ പിന്നെ ഞാറ് നടുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാക്കൊക്കെ വെച്ച് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ് ഞാറ് നടുന്ന മെഷീൻസൊക്കെ. പിന്നെ ഹിന്ദിക്കാരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. നമുക്ക് അതായത് ഇത് കറക്റ്റായിട്ട് നടാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിലോടുത്ത കുറച്ച് ആൾക്കാരും പിന്നെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ വെച്ചിട്ടായിരിക്കും ഇത് മിക്കവാറും ഇത് ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും അങ്ങനെ തന്നെ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ ഇഞ്ചിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മുടെ ചാനൽ കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഒന്നുമില്ല. അപ്പോൾ ഇതിലായിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ നമ്മൾ നടുപ്പാടമുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ എപ്പോഴും നെല്ലൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിപ്പോൾ എന്തായാലും വീടും കാര്യങ്ങളൊക്കെ പൂട്ടുന്ന വീടൊന്നും അവിടുത്തെ കിട്ടിയില്ല. എന്താ പറയുക, ആ സമയത്തൊക്കെ പൂട്ടിപ്പോയി. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. വർക്കിന് പോയ സമയത്തായിരുന്നു ഇവർ പൂട്ടാൻ ആളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ പൂട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നിപ്പോൾ കാലത്ത് ഞാൻ എണീക്കുന്ന സമയത്ത് വണ്ടി ആൾ വന്നിരിക്കണം. അപ്പോൾ പൂട്ടാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയല്ലോ ആണ് ഒരു കണ്ടൻറ്റ് കിട്ടിയതുകൊണ്ട് അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് എടുക്കാൻ മിക്കവാറും എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടായില്ല. ഇതിന് നേരത്തെ എനിക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ പൂട്ടി ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 2 കണ്ടം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കണ്ടം കാര്യങ്ങളൊക്കെ നമുക്ക് നിരപ്പാക്കാനുണ്ട്. നമ്മൾ അപ്പുറത്തെ കണ്ടത്തിലും കാര്യങ്ങളിലൊക്കെയാണ് ഞാറും കാര്യങ്ങളൊക്കെ നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അതായത് ഞാറ് നടുന്ന പറയുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഞാറ് ഇത് നമുക്ക് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം ഉഴുതും മറിക്കണം. ഉഴുതും മറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുതും മറിക്കുന്ന മുമ്പേ നമുക്ക് കുറച്ച് ഞാറ് കാര്യങ്ങളൊക്കെ, അതായത് പാകണം. ഞാറ് പാകമെന്ന് വെച്ചാൽ കുറച്ച് ഇതുമാതിരി കൊത്തി ഇങ്ങനെ ആക്കിയതിന് ശേഷം കുറച്ച് ഞാറ് പാകി വെക്കണം. ഞാറ് പാകിയതിന് ശേഷം അത് ആവുന്ന സമയത്തായിരിക്കും ഇത് ഉഴുതു മറിക്കേണ്ടത്. ഉഴുതു മറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഞാറ് വലിക്കുക, അവിടെ കൊണ്ട്
വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുക, അതായത് ഇങ്ങനെ സെറ്റാക്കി വെക്കുക. അതിന് ശേഷമാണ് നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ. നമ്മൾ ആ കണ്ടം കഴിഞ്ഞിട്ടപ്പോൾ നമ്മൾ ഈ 2 കണ്ടവും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ കണ്ടോടെ നിരപ്പാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കണ്ടോട് നിരപ്പാക്കാൻ മുമ്പ് നമുക്ക് ഈ വഴിയൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം. അപ്പോൾ ഇതൊക്കെ നിരപ്പാക്കാൻ പോകണം ഇനിയിപ്പോൾ അടുത്തത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ കണ്ടത്തിൽ കുറച്ച് കായ്കറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് മുളക്, വെണ്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. നമ്മൾ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടൊരു രീതിക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കണ്ടില്ല ചീര, അതായത് ചെണ്ടുമല്ലി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഓണത്തിന് കുറച്ച് കഴിക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാർട്ട് 2 ആയിട്ട് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെല്ലിനെ കൂടി എനേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.